ഇന്ന് മാർച്ച് 4 വേൾഡ് ഒബേസിറ്റി ഡേ. നാം അമിതവണ്ണം ഒരു രോഗമാണ് എന്ന തിരിച്ചറിവ് ആഗോളതലത്തിൽ ആൾക്കാരെ അറിയിക്കുവാനും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാനും ഓർമ്മിക്കുവാനുമായിട്ടാണ് മാർച്ച് 4. എന്തുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള സയൻറ്റിഫിക് ബോഡീസ് അമിതവണ്ണത്തെ ഒരു രോഗമായിട്ട് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്? കാരണമുണ്ട്. നമ്മൾ പണ്ടൊക്കെ കുറച്ച് വണ്ണം കൂടുതലാണെങ്കിൽ സുന്ദരി, സുന്ദരൻ, ഈ കുഞ്ഞ് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ സ്ഥിതി മാറി. അമിതവണ്ണമുള്ളവരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 30 വർഷത്തിനിടെ കുഞ്ഞുങ്ങളിലും ചെറുപ്പക്കാരിലും അമിതവണ്ണമുള്ളവരുടെ എണ്ണത്തിൻ്റെ വർധനവ് 4 മടങ്ങാണ്. 4 മടങ്ങ്. ഒന്ന് ഓർത്ത് നോക്കൂ എത്ര ഗുരുതരമായ അവസ്ഥയാണെന്ന്. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അമിതവണ്ണം എന്ന ഒരവസ്ഥ ഡയബറ്റിസ്, ബ്ലഡ് പ്രഷർ, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഫെയിലിയർ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ തുടങ്ങിയ 200ഓളം രോഗങ്ങൾ മാത്രമല്ല ഇതിന് കാരണമാകുന്നത്. നമുക്ക് ശരീരത്തിന് പൊക്കത്തിന് അനുസൃതമല്ലാത്ത വണ്ണം കൂടുതലുണ്ട്. അരയ്ക്ക് ചുറ്റുമുള്ള കൊഴുപ്പ്, കുടവയറ് കൂടുതലാണ് എങ്കിൽ അത് ക്യാൻസറിന് പോലും കാരണമാകും. ഇപ്പോൾ അമിതവണ്ണം ഒരു രോഗമാണ് എന്ന് നമ്മൾ പൊതുജനങ്ങളെ അറിയിക്കുന്ന ഈ ഒരു ദിവസം നമ്മൾ കാർഡിയോവാസ്കുലർ ഡിസീസസ് മാത്രമല്ല ക്യാൻസേഴ്സിനെ കുറിച്ചും ഒരുപാട് സ്ട്രെസ് കൊടുത്ത് ഗൗരവത്തോടെ പറയുന്ന ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അമിതവണ്ണം എങ്ങനെ അളന്ന് നോക്കാം? ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുതിയ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനും അതിൻ്റെ ഭാഗമാണ്. ഇന്ത്യ ഒബേസിറ്റി കമ്മീഷൻ. അതിൽ ബോഡി മാസ് ഇൻഡെക്സ് 23 മുതലാണ് സ്റ്റേജ് 1 ഒബേസിറ്റി ആരംഭിക്കുന്നത്. അതിനർത്ഥം നമ്മൾ ചുറ്റും കാണുന്ന ആൾക്കാരിൽ 80% പേർക്കും അമിതവണ്ണമാണ്. ശരീരത്തിൽ എക്ടോപിക് ഫാറ്റ് ഡിപ്പോസിഷൻ ഇല്ലാത്തവരായിട്ട് ചെറുപ്പക്കാർ മാത്രമേ കാണുള്ളൂ. ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവർക്കും ഇപ്പോൾ അരയ്ക്ക് ചുറ്റുമുള്ള വേസ്റ്റ് സർക്കംഫറൻസ് കൂടുകയാണ്. അതുപോലെ വേസ്റ്റ് ഹൈറ്റ് റേഷ്യോ, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അളന്ന് നോക്കണം. നമ്മൾ ഒരു രോഗം വന്നാൽ എന്ത് ചെയ്യും? അത് ചികിത്സിക്കാൻ ശ്രമിക്കും അല്ലേ? നമുക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ നമുക്കത് ഭക്ഷണക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഫലപ്രദമായിട്ട് ചികിത്സിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരിക്കലും വൈകരുത്. മറ്റ് രോഗങ്ങൾ ചികിത്സിക്കുന്നത് പോലെ മറ്റ് രോഗങ്ങൾക്ക് എത്ര ഗൗരവമാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പ്രമേഹവും ഹൃദ്രോഗവും ക്യാൻസറും വരുമ്പോൾ എത്ര ഗൗരവത്തോടെയാണ് ചികിത്സിക്കുന്നത്. ആ ഗൗരവം കൊടുത്ത് ഫലപ്രദമായ സുരക്ഷിതമായ ഔഷധങ്ങൾ ഇപ്പോൾ ഉണ്ട്. ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ നമുക്ക് അമിതവണ്ണം ഇപ്പോൾ ചികിത്സിക്കാൻ സാധിക്കും. അത് ആഗോള സയൻറ്റിഫിക് ബോഡീസിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം, മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം സുരക്ഷിതമായ ചികിത്സാ രീതികൾ, ഔഷധങ്ങൾ വേണമെങ്കിൽ അത് വൈകിപ്പിക്കാതെ തുടങ്ങണം. കാരണം ഇവിടെ നിന്നാണ്, അമിതവണ്ണത്തിൽ നിന്നാണ് നാം ഭയക്കുന്ന എല്ലാ രോഗങ്ങളുടെയും ഉത്ഭവം. ദാറ്റ് ഈസ് എ ഗേറ്റ് വേ ടു തൗസൻഡ്സ് ഓഫ് അതർ സീരിയസ് ഇൽനെസ്സസ്. എല്ലാവർക്കും നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരും ഇപ്പോൾ ഒബേസിറ്റിയെ വളരെ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത്. നമുക്ക് സിസ്റ്റംസ് ചേഞ്ച് ചെയ്യാം, നമ്മളുടെ രീതികൾ മാറ്റാം. നമുക്കൊരു ഫിറ്റ് ഇന്ത്യയാണ് ആവശ്യം. ആരോഗ്യമുള്ളൊരു ഭാരതമാണ് നമുക്ക് ആവശ്യം. അതിന് വ്യായാമം വേണം. നമ്മുടെ ഭക്ഷണം നമ്മൾ നിയന്ത്രിച്ച് ആണ് നമ്മൾ ഭക്ഷിക്കേണ്ടത്. നമ്മളിപ്പോൾ ആഹാരം കഴിക്കുന്നത് പണ്ടൊക്കെ ഹോമിയോസ്റ്റാറ്റിക് ഹങ്കറായിരുന്നു, വിശപ്പ് വരുമ്പോഴായിരുന്നു. ഇപ്പം വിശപ്പില്ലാതെ ഹെഡോണിക് ഹങ്കർ, അതായത് ചുറ്റുമുള്ള പ്രേരണകൾക്ക് വിധേയമായിട്ട് നമുക്ക് പല നിറങ്ങൾ, രുചി, ജനങ്ങൾ, സുഹൃത്തുക്കൾ, പാർട്ടി, വിവാഹം, യാത്ര, അങ്ങനെ ആവശ്യമില്ലെങ്കിൽ പോലും, വിശപ്പില്ലെങ്കിൽ പോലും നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സ്ഥിതി മാറണം. നമ്മുടെ സ്വപ്നം ഒരു ഫിറ്റ് ഇന്ത്യയാണ്. നമ്മുടെ സ്വപ്നം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കുള്ള ആരോഗ്യമാണ്. ഇപ്പോൾ അതിൻ്റെ ഗൗരവം, ഒബേസിറ്റിയുടെ ഗൗരവം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഒരു അഭ്യർത്ഥന മാത്രം, നമുക്ക് രോഗമുണ്ടെങ്കിൽ അത് ചികിത്സിക്കണം, വൈകിപ്പിക്കരുത്. വാച്ചിങ് ആൻഡ് വെയിറ്റിംഗ്,
അത് നമ്മൾ ഒരിടത്തും എത്തിക്കില്ല, അപകടത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.